നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നും മനഃപൂർവ്വമല്ല, അറിയാതെയാ. മനസ്സിലായി. പക്ഷെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ശ്യാമേ. അതറിഞ്ഞു പെരുമാറിയ ആർക്കും ആരെയും വേദനിപ്പിക്കേണ്ടി വരില്ല. പറഞ്ഞു. സങ്കടപ്പെടണ്ട, പപ്പയെ തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയെന്നോ? എവിടുന്നാ? അവള് അധിക ദൂരമൊന്നും പോയിട്ടില്ലായിരുന്നു. ഇവിടെ പമ്പ് ഹൗസ് റോഡില് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. ദൈവം കാത്തു. ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ട് വരാം, നീ ഫോൺ വെച്ചോ. പപ്പിയെ കിട്ടിയച്ചാ? കിട്ടിയെന്നോ? ആരാ അവളെ കണ്ടുപിടിച്ചേ? എന്റെ ഒരു ഫ്രണ്ടാ അച്ഛാ. അവള് കാർ ഓടിച്ചു പോകുന്ന വഴിക്ക് പപ്പിയെ കണ്ടെത്തുമായിരുന്നു. ഞാനെന്തായാലും അവരെ വിളിച്ചു പറയട്ടെ. ശ്യാമയാ? ഹലോ. രോഹിത്തെ, പപ്പിയെ കിട്ടി. ശരി. എന്താടാ? പപ്പിയെ കിട്ടിയെന്ന്. പപ്പിയെ കിട്ടിയെന്നോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അല്പം പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഈശ്വരാ. ശ്യാമയുടെ ഫ്രണ്ട് ഇപ്പോൾ അവളെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആ, ശരി ശരി ശരി. ദൈവമേ, വാ മോളെ. മോളെ, എന്റെ മോളെ. മോളെ, നീ എവിടെയാ പോയേ? മോളെ തിരിച്ചു കിട്ടിയില്ലേ, അതോർത്ത് സമാധാനിക്കേ. എന്റെ മോള് അമ്മ എന്തുമാത്രം വിഷമിച്ചടാ ചക്കര. ശ്യാമേ, മോളെ ശ്രദ്ധിക്കണം ശ്യാമേ. ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിനെ കൊത്തിപ്പറിക്കാൻ തയ്യാറായി നിൽക്കുന്ന കഴുകന്മാരാ ചുറ്റിലും. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ? സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടോ ഈ പ്രായത്തിലൊരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു?
സാരമില്ല, നീ ഇനി മോളെ വഴക്കൊന്നും പറഞ്ഞേക്കല്ലേ. അതോർത്ത എനിക്ക് സഹിക്കില്ല, നെഞ്ചു പൊടി. സൂക്ഷിച്ചാ മതി, അതാ ഞാൻ ഉദ്ദേശിച്ചു. ശരി എന്നാ ദാ, ഞാൻ ഇറങ്ങാം. ഇപ്പൊ പോണ്ട, ഇവിടെ കേറിയിട്ട് പോയാ മതി. അച്ഛനെയും സത്യാമ്മയും ഒക്കെ കാണണം, എന്നിട്ട് പോയാ മതി. എടാ പപ്പി മോളെ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേ? കൃത്യമായി ഒന്നും പറഞ്ഞില്ല സത്യമേ. ശ്യാമയുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് വിടുമെന്നാ പറഞ്ഞത്. ചിലപ്പോ അവരാരെങ്കിലും കണ്ടതായിരിക്കും. ആ ആയിരിക്കും. എന്തായാലും ആ ഫ്രണ്ടിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ കൊണ്ടാക്കി കാണും എന്നാ പറഞ്ഞത്. എങ്കി നീ വേഗം വണ്ടി വിടുമോനെ. ചിലപ്പോ ആ ഫ്രണ്ടിനെ കാണാൻ പറ്റിയാലോ, ഒരു നന്ദി വാക്ക് പറയാലോ. ശരിയാ, മോളെ രക്ഷിച്ചതല്ലേ. ആന്റി പ്ലീസ് പോവല്ലേ. മോളെ വേണ്ട, ഇനി വേറൊരു ദിവസം ആവാം. ഇല്ല, വരണം, ഇന്ന് തന്നെ വരണം, ഇപ്പൊ തന്നെ വരണം. എന്താ മോളെ ഇത്? നിർബന്ധം പിടിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കല്ലേ. ഞാൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, എന്നോട് ക്ഷമിച്ചേക്കണേ. ഞാൻ മനഃപൂർവ്വം നോക്കാതിരുന്നതല്ല, എന്റെ കണ്ണ് വെട്ടിച്ചിറങ്ങി പോയതാ. ഒന്നും മനഃപൂർവ്വമല്ല, അറിയാതെയാ. മനസ്സിലായി. പക്ഷെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ശ്യാമേ. അതറിഞ്ഞ് പെരുമാറിയ ആർക്കും ആരെയും വേദനിപ്പിക്കേണ്ടി വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.